ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്ക്. അപ്പോൾ എല്ലാവരും SBI ക്ലർക്കിൻ്റെ മെയിൻസ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി SBI നമുക്ക് റിസൾട്ട് തരുന്നില്ല. സോ അതിൻ്റെ പുറകെ പോയി എല്ലാ ഗ്രൂപ്പിലും ഓരോ വെബ്സൈറ്റിലും ഒക്കെ പോയി സെർച്ച് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും. സോ ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഇടാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, SBI എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഡെയിലി SBI ക്ലർക്കിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നവർ കുറേ കാണും. അതുപോലെ തന്നെ കുറേ അൺനെസസറി ഗ്രൂപ്പ്സ് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. SBI ക്ലർക്ക് ഇന്ന് വരും എന്നുള്ള ക്യാപ്ഷൻസ് ഒക്കെ ഇട്ടിട്ട് ആസ്പിറൻസിൻ്റെ മൈൻഡിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഫീലിങ്ങിൽ ചെയ്യുന്നത്. സോ അങ്ങനെ രീതിയിലൊന്നും ചെയ്യണ്ട, ജെന്യുവനായിട്ട് വരുമ്പോൾ വരട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇതുവരെയും SBIനെ കുറിച്ചിട്ടൊരു വീഡിയോയും ചെയ്യാതിരുന്നത്. ബട്ട് എനിക്ക് തോന്നി എൻ്റെ തോട്ട്സ് എന്താണ് റിസൾട്ടിനെ കുറിച്ചും, അതുപോലെ തന്നെ അപ്കമിങ് RRB നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ IBPSൻ്റെ കലണ്ടറിൽ ചേഞ്ച് ഉണ്ടോ, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ആസ്പിറൻസിന് മുമ്പിൽ നിൽക്കുന്നത്. മെയിനായിട്ടും SBIയുടെ റിസൾട്ടും ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജൂണിൽ RRBയുടെ റിസൾട്ട് കാണുമോ, ജൂണിൽ RRBയുടെ നോട്ടിഫിക്കേഷൻ വരുമോ, IBPS കലണ്ടറിൽ ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാം. SBIയുടെ റിസൾട്ട് മോസ്റ്റ് പ്രോബബ്ലി കഴിഞ്ഞ മന്തിൽ 16 or 23 അതിൻ്റെ ഇടയിൽ വരുമെന്നായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ മെയിനായിട്ടുള്ള യൂട്യൂബ് മെൻറ്റേഴ്സും പറഞ്ഞിരുന്നത്. ബട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റിയില്ല. ദെൻ RRB പോലെ ഒരു ഫിക്സ്ഡ് ടൈമിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കാം എന്നല്ലാണ്ട് എന്ന് വരും എന്നുള്ള ഒരു പ്രോപ്പർ ടൈമിങ് പറയാൻ പറ്റില്ല. സോ അത് സോൾലി ഡിപ്പെൻഡ്സ് ഓൺ SBI ആണ്. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ അല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിച്ച് സമയം കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ മുൻപോട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് കിട്ടിയെങ്കിൽ പഠിക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ നിന്നും വിട്ടിട്ട്, ഇത് കിട്ടിയാൽ പഠിക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ നിന്നും വിട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ ഈ ടൈം മൊത്തം വേസ്റ്റ് ചെയ്യുകയാണ്. ഏപ്രിൽ ഒരു 12th എക്സാം കഴിഞ്ഞു, ദെൻ ഏപ്രിൽ ഒരു പകുതി ഉണ്ടായിരുന്നു, ദെൻ മെയ് കഴിഞ്ഞു, ഇപ്പോൾ ജൂൺ തുടങ്ങി, ദെൻ ഇനിയും ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ SBI അതിൻ്റെ ടൈം ആകുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ബട്ട് ഇനി അഥവാ അതിൽ കിട്ടിയില്ല എങ്കിൽ ദെൻ വാട്ട് വിൽ ബി യുവർ ഫെയ്ത്ത് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. സോ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഉള്ള അപ്കമിങ് എക്സാംസ്, എല്ലാ എക്സാം, ഇപ്പോൾ RRB മാത്രമല്ല IBPSും അതുപോലെ തന്നെ നെക്സ്റ്റ് SBIയും വരുന്നുണ്ട്. സോ അതിനുള്ള SBIക്ക് വേണ്ടിയിട്ടും അതുപോലെ നെക്സ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഈ ഉള്ള ടൈം ഇനി നിങ്ങൾക്ക് മുൻപോട്ട് കിട്ടുകയില്ല. ദെൻ IBPSൻ്റെ കലണ്ടർ ചേഞ്ച്, അതും ജൂൺ ഫസ്റ്റ് വീക്കിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. സോ അതിനും കൂടുതൽ വെയിറ്റ് ചെയ്യണ്ട. അഥവാ RRB ആ ടൈമിൽ നടന്നില്ല എങ്കിൽ അതിനൊരു സോളിഡ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട്. RRBക്ക് മെർജറൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ അതിന് ആ ഒരു ചേഞ്ച് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബട്ട് എന്നാലും അതും നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. ഇതുപോലുള്ള സോ കോൾഡ് യൂട്യൂബ് ചാനൽസൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതുപോലുള്ള ഡേറ്റ്സും എല്ലാം. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, RRB ഇല്ല എങ്കിൽ നെക്സ്റ്റ് IBPS ഉണ്ട് അല്ലേ. സോ ഏത് എക്സാം ആണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റീസണിങ്, ക്വാണ്ട്സ്, ഇംഗ്ലീഷ്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. RRBക്ക് ഇംഗ്ലീഷ് നമ്മൾക്ക് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷും കൂടി ഇപ്പോൾ ഉള്ള പ്രിപ്പറേഷൻ്റെ കൂടെ അങ്ങ് കൊണ്ടുപോവുക. അത് മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ട് ചെയ്യാൻ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് SBIയുടെ റിസൾട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ RRBയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യൂസ് ഈ ഒരു രണ്ട് ടോപ്പിക്കിൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ ഒരു വ്യൂസ് കണ്ടാൽ തന്നെ അറിയാം എത്ര പേരാണിപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുള്ളതെന്ന്. കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഈ ഒരു റിസൾട്ട് വന്നില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ എന്ന് കരുതി വെറുതെ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ബ്രേക്ക് ആവാതെ, കട്ടാവാതെ സൂക്ഷിക്കുക. കാരണം ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് റീഗെയിൻ ചെയ്ത് ബാക്ക് ടു ട്രാക്ക് ആവാൻ കുറേ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും. സോ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.